അന്വേഷണ ഏജൻസികളെ കേന്ദ്രം ദുരുപയോഗിക്കുന്നതായി സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും മറ്റ് കേന്ദ്ര അന്വേഷണ ഏജൻസികളും ശരിയായ രീതിയിലേക്ക് പ്രവർത്തനം നടത്തുന്നില്ല എന്ന വിലയിരുത്തലിലേക്ക് സുപ്രീം കോടതിയെ കൊണ്ടെത്തിക്കുകയാണ്. കപിൽ സിബൽ അടക്കമുള്ള മുതിർന്ന അഭിഭാഷകർ നിരവധി ഹർജികൾ ഇഡിക്കെതിരെ കൊടുത്തിട്ടുമുണ്ട്. അതിൽ പല കാര്യങ്ങളിലും തീർപ്പ് ഇതുവരെ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഇപ്പോൾ ദക്ഷിണ മുംബൈയിലുണ്ടായ അനിഷ്ട സംഭവം ഇഡി ഓഫീസ് കത്തി നശിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യക്തമായ ഒരു അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ് എന്നതാണ് ഇപ്പോൾ കോടതിയുടെ നിഗമനം. കോടതി ഇത്തരത്തിൽ ഒരു നിഗമനത്തിൽ എത്തിച്ചേരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ്. റോസ് അവന്യൂ കോടതി ഇഡിയോട് പറഞ്ഞിരിക്കുന്നത് മതിയായ തെളിവുകൾ ഇല്ലാതെ നാഷണൽ ഹെറാൾഡ് കേസും പൊക്കിപ്പിടിച്ച് ഇങ്ങോട്ട് വരരുത് എന്നതാണ്. അപ്പോഴാണ് ഇഡി സമയപരിധി ചോദിച്ചത്. മുമ്പ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ നിരവധി തവണ ചോദ്യം ചെയ്തപ്പോൾ ഇഡിയിലെ ഉദ്യോഗസ്ഥന്മാർ ചോദിച്ചത് നിങ്ങൾക്ക് യാതൊരു ഭയവും ക്ഷീണവും തോന്നുന്നില്ല എന്നതാണ്. എന്നാൽ വളരെ വ്യക്തവും സ്പഷ്ടവുമായി തനിക്കറിയാവുന്ന കാര്യങ്ങൾ വ്യക്തതയോടെ പറയുന്ന രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കുകളുടെയും മൂർച്ച ഇഡിയും കേന്ദ്ര സർക്കാരും മനസ്സിലാക്കുകയാണ്. ലോക്സഭയിലാണെങ്കിലോ സ്പീക്കർ ഓം ബിർളക്ക് രാഹുൽ ഗാന്ധിയെ കാണുന്നത് തന്നെ ഒരു ചതുർത്ഥിയാണ്. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന ശക്തനായ പ്രതിപക്ഷ നേതാവിനെ ഓം ബിർള 2024 വരെയുള്ള കാലഘട്ടത്തിൽ കണ്ടതേയില്ല. BJPക്ക് മൃഗീയ ഭൂരിപക്ഷമുള്ള ഒരു സഭയിൽ വളരെ സുഖലോലുപനായിരുന്ന ഓം ബിർളക്ക് ഏറ്റവും കടുത്ത രീതിയിൽ സഭയെ നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ വരവോടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ദുരവസ്ഥയായി അദ്ദേഹത്തിന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവാം. കേന്ദ്ര സർക്കാരിന് പല പദ്ധതികളും അവരുടെ ഇഷ്ടത്തിന് നടത്താൻ ഇപ്പോൾ സാധിക്കുന്നില്ല. രാജ്യത്തുള്ള മൊത്തം വോട്ടിംഗ് ശതമാനം 65% ബാക്കിയുള്ള, അതായത് വോട്ടിംഗ് പ്രക്രിയയിൽ പങ്കെടുക്കാത്തവർ എന്ന് വിശേഷിക്കപ്പെടുന്ന ബാക്കി വരുന്ന 35% ജനങ്ങളുടെ പിന്തുണ കേന്ദ്രത്തിനില്ല. മൊത്തം വോട്ട് ചെയ്ത 65%-ൽ വെറും 39% പേർ മാത്രമാണ് ഇലക്ഷൻ പ്രക്രിയയിൽ NDA കേവല ഭൂരിപക്ഷത്തിന് സഹായിക്കും. അതിനർത്ഥം ഈ രാജ്യം BJPക്ക് തീരെഴുതി കൊടുത്തിട്ടില്ല എന്ന് തന്നെയാണ്. അങ്ങനെ വല്ല തെറ്റിദ്ധാരണയും നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ കേന്ദ്ര ക്യാബിനറ്റിനോ ഉണ്ടെങ്കിൽ അത് ആദ്യമേ മടക്കി പോക്കറ്റിൽ വെച്ചേക്കണം എന്നുള്ള നിർദ്ദേശം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നും പല വിധികളായി പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും സുപ്രീം കോടതിയോട് ദേഷ്യം കാണും BJPക്ക്. അതാണ് ഗോദി മീഡിയകൾ എന്തു കാര്യത്തിനും സുപ്രീം കോടതിയെ ഇപ്പോൾ കടന്നാക്രമിക്കുന്ന ഒരു രീതി അവലംബിച്ചിരിക്കുന്നത്. വേണമെങ്കിൽ കോടതിക്ക് കോടതിയലക്ഷ്യ നടപടികളുമായി എത്താം. എന്നാൽ കേന്ദ്ര സർക്കാരുമായി വെറുതെ ഒരു അനാവശ്യ സംഘടന ഒഴിവാക്കാനാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് നീങ്ങാത്തത് എന്നാണ് മനസ്സിലാക്കേണ്ടത്.